പത്തനംതിട്ട ചെന്നീർക്കരയിലെ വൃദ്ധസദനത്തിൽ നിയമവിരുദ്ധമായി ആൾക്കാരെ പാർപ്പിച്ചിരുന്നുവെന്ന് CWC ചെയർപേഴ്സൺ ലീന കെ സുഭാഷ്. പരാതി നൽകിയ കട്ടപ്പന സ്വദേശിയായ 17-കാരനെ കൂടാതെ 2 കുട്ടികളെ CWC കണ്ടെത്തി. 2 വയസ്സ് പ്രായം വരുന്ന കുട്ടിയെയും അമ്മയെയും മോശമായ സ്ഥിതിയിലാണ് കണ്ടെത്തിയത്. കട്ടപ്പന സ്വദേശിയായ 17-കാരന്റെ പരാതിയെ തുടർന്ന് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും നടത്തിയ പരിശോധനയിലാണ് കോട്ടയം സ്വദേശിയായ ഒരു 17-കാരനെ കൂടി കണ്ടെത്തിയത്. ഈ കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ കുട്ടിക്ക് മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു. വൃദ്ധസദനത്തിൽ 2 വയസ്സിനടുത്ത് പ്രായം വരുന്ന കുട്ടിയെയും അമ്മയെയും മോശമായ സ്ഥിതിയിൽ കണ്ടെത്തിയെന്നും CWC ചെയർപേഴ്സൺ ലീന കെ സുഭാഷ്. നിയമവിരുദ്ധമായിട്ടുള്ള ആൾക്കാരെ ഇവിടെ പാർപ്പിച്ചിരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായത്. 3 കുട്ടികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് അവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് മറ്റൊരു സ്ത്രീയും കൂടി ഉണ്ട് എന്നാണ് മനസ്സിലായത്. അവരുടെ കുട്ടിയും കൂടി ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അതിനെപ്പറ്റി ഞങ്ങൾ കൂടുതലായിട്ട് വേണ്ടുന്ന അന്വേഷണത്തിന് അതോറിറ്റികളെ അറിയിക്കുന്നതായിരിക്കും. ഇവരെ മറ്റൊരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കൂടാതെ മറ്റൊരമ്മയും കുഞ്ഞും കൂടി വൃദ്ധസദനത്തിലുണ്ടായിരുന്നുവെന്നും അവരെ ഉടമയുടെ വീട്ടിലേക്ക് മാറ്റിയെന്നും ഇവർ CWCക്ക് മൊഴി നൽകി. 17 വയസ്സുകാരെ വൃദ്ധസദനത്തിൽ വെച്ച് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ വന്ന കുട്ടിയുടെ മെഡിക്കൽ പരിശോധന നടത്തിയിരുന്നതിൽ മുറിവുള്ളതായിട്ട് നമുക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾ പറയുന്നുണ്ട്, മൊഴി തന്നിട്ടുണ്ട്, അവരെ ഉപദ്രവിച്ചതായിട്ടും നന്നായി ജോലി ചെയ്യിപ്പിച്ചതായിട്ടും അതിന് വേതനം കൊടുക്കാതാണ് ജോലി ചെയ്യിപ്പിച്ചിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. കട്ടപ്പന സ്വദേശിയായ കുട്ടിയുടെ പരാതിയിൽ സ്ഥാപനത്തിലെ മാനേജർക്കും ജീവനക്കാർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. വൃദ്ധസദനത്തിന്റെ മാനേജർ റെജി, ജീവനക്കാരനായ സിജോ, ബെന്നി എന്നിവർക്കെതിരെയാണ് കേസ്. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ഉടമസ്ഥതയിലുള്ള വൃദ്ധസദനത്തിലാണ് ബാലവേലയും ക്രൂരമർദ്ദനവും നടന്നതായി പരാതി ഉയർന്നത്. പഞ്ചായത്തും പോലീസും നടത്തിയ പരിശോധനയിൽ കൃത്യമായ രേഖകളില്ലാതെയാണ് വൃദ്ധസദനം നടത്തിയിരുന്നതെന്നും തെളിഞ്ഞു. ഇവിടെയുണ്ടായിരുന്ന 21 അന്തേവാസികളെ സാമൂഹികനീതി വകുപ്പ് വിവിധ സർക്കാർ സ്വകാര്യ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പ്രതികൾക്കായി ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.